ഹലോ ആൾ വെൽക്കം ടു ബ്രെയിൻ ബൂസ്റ്റ് സീരീസ്. അപ്പോൾ ഇന്നത്തെ ബ്രെയിൻ ബൂസ്റ്റ് സീരീസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഗ്രൂപ്പ് തിയറി ടോപ്പിക്കാണ്. ഗ്രൂപ്പ് തിയറിയിലെ ഒരു പോർഷനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. ആ ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതായിരിക്കും നമ്മുടെ മെയിൻ മോട്ടീവ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളതായിരിക്കും നമ്മുടെ മെയിൻ മോട്ടീവ്, ഈ ഒരു ബ്രെയിൻ ബൂസ്റ്റിന്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ ക്യാരക്ടർ ടേബിൾ ഓഫ് എ പോയിന്റ് ഗ്രൂപ്പ് ഹാവിംഗ് സെയിം ഓർഡർ ആസ് NH3 is given below. ഒരു പോയിന്റ് ക്യാരക്ടർ ടേബിൾ തന്നിട്ടുണ്ട്. അതിന്റെ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതിനുമായിട്ട് സെയിം ആണ്? NH3 ആയിട്ട് സെയിം ആണ്. ഓക്കെ, അപ്പൊ NH3ന്റെ പോയിന്റ് ഗ്രൂപ്പ് അറിയണം. ഒബ്വിയസ് ആണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. C3b ആണ്. C3b ആണ് NH3യുടെ പോയിന്റ് ഗ്രൂപ്പ്. ഇനി അഥവാ അവര് CHCl3 ആണ് ഇൻസ്റ്റെഡ് ഓഫ് NH3 തന്നതെങ്കിലും നമുക്കറിയണം അതും C3b പോയിന്റ് ഗ്രൂപ്പ് ആണെന്ന് അറിയണം. അപ്പം ഈ ഓർഡർ എന്ന് പറയുന്നത് എന്താ? ഈ ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഏതൊക്കെയാണോ സിമെട്രി എലമെന്റ്സ് എഴുതിയിരിക്കുന്നത് അതിന്റെ ഒക്കെ സമ്മിനെയാണ് നമ്മൾ ഓർഡർ എന്ന് പറയാം. ഇവിടെ X, Y, Z എന്നാണ് കോഎഫിഷ്യന്റ് കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ സിമെട്രി എലമെന്റ്സ് ആണ്. ക്യാരക്ടർ ടേബിൾ എന്തിലൊക്കെ ഉണ്ടാവുക? നമുക്ക് ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷന്റെ ഇതുണ്ടാവും, അതുപോലെ നമുക്ക് സിമെട്രി എലമെന്റ്സ് ഉണ്ടാവും, ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ ഈ സിമെട്രി എലമെന്റ്സിന്റെ കൂടെയുള്ള കോഎഫിഷ്യൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടണം? ഓർഡർ ഓഫ് ദാറ്റ് പോയിന്റ് ഗ്രൂപ്പ് കിട്ടണം. ഇപ്പൊ C3b പോയിന്റ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിന്റെ ഓർഡർ എന്താണെന്ന് അറിയണം. അപ്പൊ ജനറലി പറയാണ് C3b അല്ലെങ്കിൽ CNV പോയിന്റ് ഗ്രൂപ്പ് ആണെങ്കിൽ അതിന്റെ ഓർഡർ നമ്മൾ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? സിമ്പിൾ ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് CNV ഗ്രൂപ്പ് ഇസ് 2n ആണ്. 2n ആണ് ഇതിന്റെ പോയിന്റ് ഓർഡർ എന്ന് പറയുന്നത്. ഈ n എന്താണോ അതിനെ നമ്മൾ ട്വൈസ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ C3bയുടെ ഓർഡർ എന്തായിരിക്കും? ഓർഡർ ഈസ് ഈക്വൽ ടു 2n. 2n എന്ന് പറയുമ്പോൾ ഇവിടെ n ന്റെ വാല്യൂ എത്രയാണ്? 3 ആണ്. അപ്പൊ 2 into 3 6 ആണ് ഈ ഒരു പോയിന്റ് ഗ്രൂപ്പിന്റെ ഓർഡർ. അപ്പം അതേ ഓർഡർ തന്നെ ആയിരിക്കും ആർക്കും ഈ ക്യാരക്ടർ ടേബിളിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സും വൈയും സെഡും ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടണം? 6 കിട്ടണം. അതായത് വാല്യൂ ഓഫ് എക്സും വൈയും സെഡും കാണാനാണ് അവർ ചോദിച്ചത്. അപ്പൊ നമുക്കറിയണം ഇത് മൂന്നും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടണം? 6 കിട്ടണം. അപ്പം എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 6 എന്നുള്ളതാണ് നമുക്ക് കിട്ടേണ്ടത്. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഇസ് ഈക്വൽ ടു 6. ഇതാണ് നമ്മൾ പറയുന്നത്. ഈ ക്യാരക്ടറിന്റെ സിമെട്രി എലമെന്റ്സിന്റെ കൂടെയുള്ള കോഎഫിഷ്യൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഓർഡർ കിട്ടേണ്ടത്. അതാണ് ഓർഡർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവർ ചോദിച്ചു എക്സിനും വൈനും സെഡിനും സെപ്പറേറ്റ് വാല്യൂസ് എന്താണെന്ന് ചോദിച്ചത്. ഇത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഒരു കാര്യം നമുക്കറിയാം, ഇത് മൂന്നും ആഡ് ചെയ്ത് തന്നെ 6 കിട്ടണം. അപ്പൊ എങ്ങനെയെങ്കിലും ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. ഇവിടെ നമ്മൾ എക്സിന് 2 കൊടുക്കുകയാണെങ്കിൽ 2 പ്ലസ് 1 പ്ലസ് 3 എത്രയാ? 6 ആണ്. അപ്പൊ ഇത് വരാൻ ചാൻസ് ഉണ്ട്. 1 പ്ലസ് 2 പ്ലസ് 3 ഇതിന്റെ പൊസിഷൻ മാറ്റിയെന്നേ ഉള്ളൂ, അതും എത്രയാ? 6 തന്നെയാണ് അതിന്റെ സം. 1 പ്ലസ് 2 പ്ലസ് 2 എത്രയാ? 5 ആണ്. അപ്പം ഈ C ഓപ്ഷൻ ഒരിക്കലും വരില്ല. 1 പ്ലസ് 3 പ്ലസ് 2 അതും 6 ആ. അപ്പം A, B, D ഇതിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ്. നമുക്ക് ഇതിന്റെ ഓർഡർ അറിയണം. എക്സ് ആണോ 1, വൈ ആണോ 1, അതോ സെഡ് ആണോ 1, അല്ല തിരിച്ചാണോ? അതിന്റെ ഓർഡർ നമുക്കറിയില്ല, അത് കണ്ടുപിടിക്കണം. ഇനി അതാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ ഈ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്രേറ്റ് ഓർത്തോഗണാലിറ്റി തിയറം നമ്മൾ പഠിക്കുന്നുണ്ട് ഗ്രൂപ്പ് തിയറിയിൽ. ഗ്രേറ്റ് ഓർത്തോഗണാലിറ്റി തിയറി വെച്ചിട്ടാണ് നമ്മൾ ക്യാരക്ടർ ടേബിൾ തന്നെ ബിൽഡ് ചെയ്തെടുക്കുന്നത്. അപ്പൊ അതിൽ പറയുന്ന ഒരു പോയിന്റ് ആണ് എന്ത്? നമ്മുടെ ഈ ക്യാരക്ടേഴ്സിന്റെ സ്ക്വയറിനോട് ഇതിന്റെ കോഎഫിഷ്യന്റ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടണം? ഓർഡർ കിട്ടണം. അതായത് എക്സിനോട് നമ്മൾ ഈ എക്സിനോട് ആരെ മൾട്ടിപ്ലൈ ചെയ്യണം? എക്സിന്റെ കോളത്തിൽ ആരാണോ ഉള്ളത് അത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് എത്രയാണ് എടുക്കുന്നത് വിചാരിക്കുക, IR1 ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ 1 ആണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ എക്സിനോട് 1 മൾട്ടിപ്ലൈ ചെയ്യണം. എക്സിനോട് 1 അല്ല, എക്സിനോട് 1 സ്ക്വയർ ക്യാരക്ടർ മൾട്ടിപ്ലൈ ചെയ്യണം. കോഎഫിഷ്യന്റ് ഇൻറ്റു ഈ ക്യാരക്ടറിന്റെ സ്ക്വയർ പ്ലസ് ഇനി അടുത്ത കോഎഫിഷ്യന്റ് ആരാ? വൈ. അതിന്റെ ക്യാരക്ടർ എന്താ? 1, 1ന്റെ സ്ക്വയർ പ്ലസ് അടുത്ത കോഎഫിഷ്യന്റ് z ഇൻറ്റു 1 സ്ക്വയർ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 കിട്ടണം. ഇതാണ് ഒരു പോസ്റ്റുലേറ്റ്സ് ഓഫ് ഗ്രേറ്റ് ഓർത്തോഗണാലിറ്റി തിയറം. അപ്പൊ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പം എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു 6 നമുക്ക് കിട്ടി. അത് ഓൾറെഡി നമുക്ക് അറിയുന്ന കാര്യം തന്നെയായിരുന്നു. ഇതിൽ ഒരു കാര്യം നമുക്ക് കിട്ടിയില്ല. അപ്പൊ നമ്മൾ ഇനി അടുത്ത IR എടുക്കും. അടുത്ത ഇറഡ്യൂസിബിൾ റെപ്രസെന്റേഷനിലേക്ക് പോവാണ്. അപ്പൊ അവിടുത്തെ കേസ് എന്താ? എക്സ് ഇൻറ്റു 1 സ്ക്വയർ, എക്സ് ഇൻറ്റു 1 സ്ക്വയർ പ്ലസ് ഇനി ഇവിടെ y ഇതാണ് ഇതിന്റെ അടുത്ത ക്യാരക്ടർ, y ഇൻറ്റു 1 സ്ക്വയർ, y ഇൻറ്റു 1 സ്ക്വയർ. ഇനി അടുത്തത് ആരാണ്? z ഇൻറ്റു മൈനസ് 1 സ്ക്വയർ, z ഇൻറ്റു മൈനസ് 1 സ്ക്വയർ. അപ്പൊ നമുക്ക് ഒരു കാര്യം, അത് ഓർഡറിന് ഈക്വൽ ആണ്. അപ്പൊ എക്സ് ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറഞ്ഞാലും എക്സ് ആണ്, y ഇൻറ്റു 1 സ്ക്വയർ എന്ന് പറഞ്ഞാലും y ആണ്, z ഇൻറ്റു മൈനസ് 1 ദി ഹോൾ സ്ക്വയർ. മൈനസ് 1ന്റെ സ്ക്വയർ എത്രയാ? 1 തന്നെയാണ്. അപ്പൊ അതും എന്താണ്? z ഈക്വൽ ടു 6 തന്നെയാണ്.
നേരത്തെ കിട്ടിയ അതേപോലെ തന്നെ കിട്ടിയ ഒരു കാര്യം ഉണ്ടായില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇറെഡ്യൂസിബിൾ റെപ്രസെന്റേഷൻ 3 എടുക്കാം. 3 എടുത്തപ്പം ഇവിടെ നമുക്ക് 2ന്റെ സ്ക്വയർ ആണ് കാണേണ്ടത്. എക്സിനോട് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് ഇൻറ്റു 2ന്റെ സ്ക്വയർ 2 സ്ക്വയർ പ്ലസ് വൈ ഇൻറ്റു -1 സ്ക്വയർ പ്ലസ് z ഇൻറ്റു 0 സ്ക്വയർ അല്ലെ. ഇത്രയും ചെയ്താലാണ് നമുക്ക് 6 കിട്ടുന്നത്. അപ്പൊ എക്സ് ഇൻറ്റു 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4x പ്ലസ് വൈ ഇൻറ്റു -1ന്റെ ഹോൾ സ്ക്വയർ എത്രയാ? -1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. അപ്പൊ y ആണ്. ഇവിടെ z-ന്റെ വാല്യൂ ഇല്ല, 0 ആണ്. ഈക്വൽ ടു 6. ഇത്രയും കിട്ടിയല്ലോ. 4x പ്ലസ് വൈ ഈക്വൽ ടു 6 എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇതില് വാല്യൂസ് പുട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ ഏതെങ്കിലും ഇതിന് സ്യൂട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കാം. 4x പ്ലസ് വൈ ഈക്വൽ ടു 6 ആണ് നമുക്ക് ഇപ്പൊ കിട്ടിയത്. അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. 4x പ്ലസ് വൈ ഈക്വൽ ടു 6 ആണ് കിട്ടിയത്. അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഓരോന്ന് പുട്ട് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റത്തെ എയും ബിയും ഡി എ ഉള്ളൂ. സി നമ്മൾ ഒഴിവാക്കി. അതിന്റെ സമ്മ് 5 ആണ് വരുന്നത്. അപ്പൊ അതെല്ലാം എന്നുള്ളത് മനസ്സിലായി. 2 1 3ന്റെ ഓർഡർ ആണ് നമ്മൾ വെക്കുന്നതെങ്കിൽ എക്സ് വൈക്ക് എക്സ് വൈ സെഡിന് 2 1 3 ആണ് വെക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് വരും? 4 ഇൻറ്റു 2 പ്ലസ് വൈ ഏതാണ് വെക്കുന്നത്? 1 വിച്ച് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 2 വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 6. 4 ഇൻറ്റു 2 8 8 പ്ലസ് 1 9 ആണ്. 9 നോട്ട് ഈക്വൽ ടു 6. അപ്പം ഈ ഓപ്ഷൻ അല്ലാന്ന് കറക്റ്റ് ആയി. എ ഓപ്ഷൻ അല്ല. ഇനി അടുത്ത ഓപ്ഷനിലേക്ക് നമ്മൾ പോവാം. അടുത്ത ഓപ്ഷൻ എന്താ? 1 2 3 ആണ്. 1 2 3 ആണ്. 1 2 3 വെച്ച് നോക്കൂ. എക്സിന് 1 വെക്കുക. 4 ഇൻറ്റു 1 വൈക്ക് നമ്മൾ 2 കൊടുക്കുക. 2 വിച്ച് ഈസ് ഈക്വൽ ടു 6. 4 പ്ലസ് 2 ഈക്വൽ ടു 6. 4 പ്ലസ് 2 6 അല്ലേ? അപ്പൊ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാ വരുന്നത്? ബി ആണ് വരുന്നത്. സി നമ്മൾ ഓൾറെഡി ഒഴിവാക്കി. ഇനി ഡി എടുത്ത് നോക്കൂ. ഡിയും കൂടി എടുത്ത് നോക്കി ചെയ്ത് നോക്കാം. ഡിയുടെ ഓപ്ഷൻ എന്താ? 1 3 2. 1 3 2 ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. 1 3 2 ആണ് നമ്മൾ എക്സിനും വൈക്കും സെഡിനും കൊടുക്കുന്ന വാല്യൂ എങ്കിൽ 4x വൈക്കല്ലേ നമ്മൾ കൊടുക്കേണ്ടത്. അപ്പം എക്സിന് ഞാൻ ആദ്യം 1 കൊടുക്കുന്നു. 4 ഇൻറ്റു 1 പ്ലസ് വൈക്ക് ഞാൻ 3 കൊടുക്കുന്നു. 3 വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 6. 4 പ്ലസ് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ആണ്. വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 6. അപ്പൊ നമ്മുടെ ആ ലാസ്റ്റ് ഓപ്ഷനും ഡി ഓപ്ഷനും കറക്റ്റ് അല്ല. അപ്പോൾ 1 2 3 എന്ന് പറയുന്ന ബി ഓപ്ഷൻ ആണ് നമ്മുടെ കറക്റ്റ്. എക്സിന്റെ വാല്യൂ 1ഉം വൈയുടെ വാല്യൂ 2ഉം സെഡിന്റെ വാല്യൂ 3ഉം ആണ് വരേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? ഇ 2C3 3 സിഗ്മ വി. നിങ്ങൾ NH3യുടെ ക്യാരക്ടർ ടേബിൾ പല സമയത്ത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ സമയത്ത് ഇങ്ങനെയായിരുന്നു അതിന്റെ ക്യാരക്ടർ ടേബിൾ ഉണ്ടായിരുന്നത്. ഈ 2C3 3 സിഗ്മ വി. ഇത് ഡയറക്റ്റ് കണ്ടവരാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഓർത്തെടുത്തിട്ട് നമുക്ക് 1 2 3 എന്ന് എഴുതാൻ പറ്റും. അല്ലാത്തവർ ഇങ്ങനെയാണ് ഇത് അപ്രോച്ച് ചെയ്യേണ്ടത്. ഓർഡർ എന്ന് പറയുന്നത് ഈ ഒരു കോഎഫിഷ്യന്റിന്റെ സം ആയിരിക്കും നമ്മൾ അറിയണം. കോഎഫിഷ്യന്റിന്റെ സം ആയിരിക്കണം ഓർഡർ എന്നുള്ളത്. അപ്പൊ അതിൽ നമ്മൾ ഓർഡർ 6 ആണ് ഇവിടെ കിട്ടിയത്. അപ്പൊ 6 വരുന്ന വാല്യൂസ് ഏതൊക്കെയാന്ന് നോക്കി. അല്ലാത്തത് നമ്മൾ കട്ട് ചെയ്തു. അതിനുശേഷം ഓരോ ഇറെഡ്യൂസിബിൾ റെപ്രസെന്റേഷന്റെ സ്ക്വയർ എടുത്തു. അതിന്റെ കോഎഫിഷ്യന്റോട് മൾട്ടിപ്ലൈ ചെയ്തു. അത് നമ്മൾ ഓർഡറിന് 6ന് ഈക്വലേറ്റ് ചെയ്തു. ഇക്വലന്റ് ആക്കി. അത് എന്തിന്റെ പ്രകാരമാണ്? GOT പ്രകാരമാണ്. ഗ്രേറ്റ് ഓർത്തോഗണാലിറ്റി തിയറം പ്രകാരമാണ് അങ്ങനെ ചെയ്തത്. അതിന്റെ ഒരു പോസ്റ്റുലേറ്റ് ആണ്. അപ്പൊ അത് വെച്ചിട്ട് ചെയ്തപ്പോൾ നമുക്ക് 4xy ഈക്വൽ ടു 6 എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ കിട്ടി. അതിൽ നമ്മൾ ഓരോന്നും മാറ്റി മാറ്റി ഓപ്ഷൻസ് മാറ്റി മാറ്റി പുട്ട് ചെയ്തപ്പം ബി പുട്ട് ചെയ്തപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഈക്വൽ ടു 6 എന്ന് പറഞ്ഞിട്ട് കിട്ടിയത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ പെട്ടെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂസ് ആയി പോകും. അപ്പൊ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം NH3 തന്നെ തരണം എന്നില്ല. CHCl3 അതുപോലെ NF3 അങ്ങനെ ഏതെങ്കിലുമൊക്കെ നമ്മളിപ്പം അധികം നമുക്ക് പരിചയമുള്ളത് വാട്ടർ മോളിക്യൂൾസും NH3 ആയാലും നമുക്കറിയാം. വാട്ടർ മോളിക്യൂൾ C2V ആണ്. NH3 C3V ആണ്. CH4 എന്ന് പറഞ്ഞ ടെട്രാഹൈഡ്രൽ അവിടെ 3 ഹൈഡ്രജനെ മാറ്റിയിട്ട് Cl വന്നു. അപ്പത്തേനും അതിനെ ഒരു പിരമിഡൽ സ്ട്രക്ചർ പോലെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിനെ C3V ആക്കി. ഇവിടെ NH3ക്ക് എവിടെയാണ് ലോൺ പെയർ ആണുള്ളത്. ഇവിടെ NH3 എന്ന് പറയുമ്പോൾ പിരമിഡൽ സ്ട്രക്ചറിന് NH3. ഇവിടെ ഈ ഒരു പിരമിഡൽ സ്ട്രക്ചറിന് ഇവിടെ ലോൺ പെയർ ആണ് ഉള്ളത്. ഇവിടെ CHCl3ന് പകരമാണെങ്കിൽ ഈ Hന് പകരം ഇവിടെ എന്താ ഉള്ളത്? Clഉം ഈ ഒരു ലോൺ പെയറിന് പകരം ഇവിടെ H ഉള്ളത്. സിമിലർ സ്ട്രക്ചർ അല്ലേ ഇതിനുള്ളത്. അതുകൊണ്ട് ഇതിന്റെ രണ്ടിന്റെയും പോയിന്റ് ഗ്രൂപ്പ് സിമിലർ ആണ്. നമ്മൾ ഇങ്ങനെയാണ് അതൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കേണ്ടത്. അപ്പൊ പോയിന്റ് ഗ്രൂപ്പ് പഠിക്കല്ലേ, ഗ്രൂപ്പ് തിയറി പഠിക്കുക എന്ന് പറഞ്ഞാലും കുറച്ചും കൂടി എന്താണ് നമുക്ക് വിഷ്വലൈസ് ചെയ്തിട്ട് പഠിക്കേണ്ട ചാപ്റ്റർ ആണ്. എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. ഒരു പ്രാവശ്യം നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയാൽ എപ്പോഴായാലും നമുക്ക് സിമെട്രി കാണാനും അതിനുള്ള ബേസ്ഡ് ക്യാരക്ടർ ടേബിൾ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻസ് വെച്ചിട്ട്
ഇപ്പം ക്യാരക്ടർ ടേബിളിലുള്ള അപ്ലിക്കേഷൻസ് ഒക്കെ ചോദിക്കാം. IR ആക്റ്റീവ്, രാമൻ ആക്റ്റീവ്, രാമൻ ഇനാക്റ്റീവ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പൊ ഗ്രൂപ്പ് തിയറി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് അതിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ഗ്രൂപ്പ് തിയറി. സോ ഈ ഒരു പ്രോബ്ലം എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. We'll see in another video. Thank you so much.